വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ സോൾട്ട് ആൻഡ് പേപ്പർ. നിങ്ങളുടെ ചാനൽ പുതിയതായിട്ടാണെങ്കിൽ എൻ്റെ പേര് റാണി. ഇന്ന് നമ്മളെല്ലാവരും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, നമ്മുടെ മാധ്യമങ്ങളിലും പത്രങ്ങളിലാണെങ്കിലും എല്ലാവരുടെ ഇടയിൽ ഒരേ ഒരു സംസാര വിഷയം മാത്രമേ ഉള്ളൂ, നമ്മുടെ കൊറോണ വൈറസ് അല്ലേ. ഇതുവരെ ഞാൻ ഓർത്തു ഇങ്ങനെ ടോപ്പിക്കുമായിട്ട് വരണ്ട എന്ന് വിചാരിച്ചു, കാരണം ഇത് എല്ലായിടത്തും സ്പ്രെഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാര്യമാണല്ലോ. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിലെ കാര്യം കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞിരിക്കണം. അത് പറയാൻ കാര്യമുണ്ട്, അറിയാത്തവർക്കായിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ. ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്, ഞാൻ UK വർക്ക് ചെയ്യുന്നു. ഇവിടെയും കൊറോണ വൈറസ് ഇതുവരെയായിട്ടും 277 പേരുടെ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 2 ഡെത്ത് മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അതും 70 ഇയേഴ്സിന് മുകളിലോട്ടുള്ള 2 പേരാണ് മരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അവർക്ക് വേറെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷനും ഉണ്ടാവാം. നാട്ടിലെ പോലെ അത്ര ഒരു ഭീതി ഇവിടെ ഞങ്ങൾ കാണുന്നില്ല. ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, വറീസ് ഉണ്ട്. എന്നിരുന്നാലും നാട്ടിൽ അത്രയും കാണുന്നില്ല. നാട്ടിൽ ഇപ്പോഴെന്ന് വെച്ചാൽ ഇത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും പേടി. ഇപ്പം വീടുകളിൽ നിന്നാണേലും ഞങ്ങൾക്കും കോൾസ് എപ്പോഴും വന്നോണ്ടിരിക്കുക, നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾക്ക് പനിയുണ്ടോ, ചുമയുണ്ടോ, അവർക്കും പേടി. അപ്പൊ ഞാൻ ഓർത്തു നമുക്ക് അറിയാം, എന്നിരുന്നാലും വളരെ ലളിതമായിട്ട് ഇതിനെ എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങളിലേക്ക് ഒന്ന് പറഞ്ഞു തരികയാണ്. എല്ലാവരും ഭയങ്കര പ്രിക്കോഷൻസും കാര്യങ്ങളും പറയുന്നുണ്ട്. അതിനെ എനിക്ക് തോന്നുന്നു വളരെ സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു തന്നാലോ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇത് കേൾക്കുവാൻ ക്ഷമയുണ്ടാവണം. അപ്പൊ നമുക്ക് കൊറോണ വൈറസിനെ പറ്റി ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. എല്ലാവർക്കും തന്നെ അറിയാം, എന്നിരുന്നാൽ ഇനി കൂടുതൽ മനസ്സിലാകാത്തവർക്കായിട്ട് ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. വൈറസിന് കേൾക്കുമ്പോഴേ നിങ്ങൾ ആരും ഭയപ്പെടേണ്ട, അതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. ഇതെല്ലാം മാധ്യമങ്ങളിലും പത്രങ്ങളിലും വന്ന് നമുക്കങ്ങ് ഭയങ്കര ഒരു ഭീതിയാണ് നമ്മുടെ ഉള്ളിൽ. അയ്യോ എനിക്ക് ഇത് വരുമോ, ഞാനും മരിച്ചുവോ, ഇങ്ങനെയൊക്കെ ഒരു ചിന്തയാണ് എല്ലാവരുടെ മനസ്സിൽ. ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പേടി അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു നമ്മളൊരു വിൽ പവർ സൃഷ്ടിച്ചെടുക്കാം. നമുക്കൊരു മനധൈര്യം കൊണ്ടുവരാം. കൊറോണ വൈറസ് പ്രധാനമായിട്ടും ബാധിക്കുന്നത് നമ്മുടെ ശ്വാസനാളത്തെയാണ്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് സാധാരണ പനി വരത്തില്ല, അല്ലെങ്കിൽ ഫ്ലൂ വരുന്ന പോലെയുള്ള സിംറ്റംസ് ആണ് ഇതിനും ഉണ്ടാകുന്നത്. ശക്തമായ പനി, ചുമ, ദേഹം വേദന, അല്ലെ തൊണ്ടവേദന, ചിലർക്ക് വോമിറ്റിക്സ് ഉണ്ടാവാറുണ്ട്, അല്ലെ ക്ഷീണം, ശ്വാസം മുട്ടല്, അങ്ങനെ സാധാരണ വരുന്ന സിംറ്റംസേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇതുപോലുള്ള സിംറ്റംസ് ഒരുപാട് പേർക്ക് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ചിന്തിക്കും ഇതെല്ലാം കൊറോണയാണ്. ഇത് ഒരു കാരണവശാലും എല്ലാം കൊറോണയല്ല. അപ്പോൾ ഈ ലക്ഷണങ്ങളുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൊറോണയാണെന്നാണ്. ഒരു കുഞ്ഞു പനി വരുമ്പോഴേ എല്ലാവരും ചിന്ത എനിക്കും അതൊക്കെയാണോ എന്നാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ കാലാവസ്ഥ കൊണ്ട് നമുക്ക് എല്ലാ വർഷവും വരുന്ന പോലത്തെ ഫ്ലൂ ലൈക്ക് സിംറ്റംസ് അല്ലെ വേറെ എന്തെങ്കിലും രീതിയിലുള്ള പനികളും ആയിരിക്കും. അപ്പൊ അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ചൈനയിൽ നിന്ന് അല്ലെ ഇറ്റലിയിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഇതുപോലുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് റിപ്പോർട്ട് ചെയ്യണം. അവർ കൂടുതൽ പറയാവേണ്ടതുണ്ട്. കാരണം അവർ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഒരുപക്ഷെ എക്സ്പോസ് ചെയ്തായിരിക്കാം. അതുകൊണ്ടാണ്. അല്ലാതെ എല്ലാ പനികളും കൊറോണയാണെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ. അപ്പൊ ആ ഒരു പേടി നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട കാര്യമില്ല. ചില കാരണങ്ങൾ ഒരുപക്ഷെ നമ്മൾ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ കൊണ്ടായിരിക്കാം, നമുക്ക് വേറെ ഉള്ള ഡിസീസ് കണ്ടീഷൻസ് കൊണ്ട് നമുക്ക് വേറെ രോഗങ്ങളുള്ളവരുണ്ട്. ഇത് കൊറോണ വൈറസ് ഉള്ള ഒരാളുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തു, ബൈ ചാൻസ് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതല്ല അല്ലെ. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാളെ പോയിട്ട് ഹായ് ഹലോ പറഞ്ഞ് ഹഗ് ചെയ്യുന്നില്ലല്ലോ, അറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു കോണ്ടാക്ട് ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ സിംറ്റംസ് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ഇന്നലത്തെ നമ്മുടെ കേസ് വെച്ചുകൊണ്ട് തന്നെ കുറെ പേര് ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തത് തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ അവർക്ക് എന്തോ പുറത്ത് പറയാൻ കുറെ മടിയുണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് നാളത്തേക്ക് ഐസൊലേറ്റഡ് ആയിപ്പോ, അങ്ങനെയൊക്കെയുള്ള പേടികളുണ്ട്. അങ്ങനെയൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരു സമൂഹത്തെ തന്നെയാണ് നമ്മൾ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത്. നമ്മളൊരു ത്യാഗം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പോണം, നിങ്ങൾ ഇൻഫോം ചെയ്യണം. ഇങ്ങനെയുള്ളവർ ഒരിക്കലും പേടി വിചാരിക്കേണ്ട. കൊറോണ വൈറസിനെ പറ്റി ചെറുതായിട്ട് നമുക്കൊന്ന് അറിയാം. ആദ്യമായിട്ട് കൊറോണ വൈറസ് കണ്ടുപിടിച്ചത് 1937 ഇത് ഒരു 200 തൊട്ട് 300 ടൈപ്പിലുള്ള കൊറോണ വൈറസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ കാലങ്ങളിൽ ഇത് മൃഗങ്ങളിലായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇത് മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങളിലോട്ടായിരുന്നു ഇത് പടർന്നുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഇത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പടർന്നുകൊണ്ടിരുന്നത്. പക്ഷെ അത് വിരലിനെണ്ണമുള്ള കേസുകൾ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. കാരണം ഇത് മൃഗങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്തവർക്ക് മാത്രമേ വന്നിരുന്നുള്ളൂ. അതുകൊണ്ടാണ് വളരെ കുറച്ച് ആൾക്കാരിൽ ഇത് ഉണ്ടായിരുന്നത്. ശേഷമാണ് ഒരു 2000-ക്ക് ശേഷമാണ് ചൈനയിലൊക്കെ ഇത് ആദ്യമായിട്ട് കാണുവാൻ തുടങ്ങിയത്. സാർസ്, പിന്നീട് വന്ന മേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ. പിന്നീടാണ് ഇത് മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നതും ഇത് കൂടുതൽ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് വരാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു 3ാമത്തെ അവതാരം തന്നെയാണ് ഈ COVID-19 എന്ന് പറയുന്ന ഈ അസുഖം. ഇപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയില്ലേ? ഈ കൊറോണ വൈറസ് പടരുന്നത് നമ്മുടെ കണ്ണിലൂടെയും മൂക്കിലൂടെയും വായിലൂടെയൊക്കെയാണ്. ഇത് സെക്രീഷൻ വഴിയും, അല്ലെങ്കിൽ ഒരാൾ തുമ്മുന്നത് വഴിയും, ചുമ വഴിയും, അല്ലെങ്കിൽ യൂറിൻ, ബോഡി ഫ്ലൂയിഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, അതുള്ള കോണ്ടാക്ട് വഴിയാണ് കൂടുതലും ഇത് പടരുന്നത്. ഇപ്പോൾ രോഗമുള്ള ഒരാള് സ്നീസ് ചെയ്താൽ പോലും ആ നിൽക്കുന്ന ആളുടെ ഒരു 1.5 മീറ്റർ ചുറ്റളവിൽ ഉള്ള ആൾക്കാരെ ഇത് ബാധിക്കും
അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇപ്പൊ നിങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് ആണെങ്കിൽ പോലും നിങ്ങൾ മാസ്ക് ഉപയോഗിക്കുക. നിങ്ങൾ തുമ്മുവാണെങ്കിൽ നിങ്ങളൊരു ടവൽ ഉപയോഗിച്ച് തുമ്മുക, ഒരു ടിഷ്യൂ ആണെങ്കിൽ ഉപയോഗിച്ച് തുമ്മുക. അതിനുശേഷം നിങ്ങൾ അതിനെ ഡിസ്കാർഡ് ചെയ്യുക. അപ്പോൾ തന്നെ ഡിസ്കാർഡ് ചെയ്യുക. ഉടൻ തന്നെ നിങ്ങൾ കൈ കഴുകുക. ഓക്കെ, അപ്പൊ ഇത് പ്രിക്കോഷന് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും കൈ കഴുകണം. ഒരു 20 സെക്കൻഡ് നമ്മൾ ടാപ്പ് വാട്ടറിന്റെ അണ്ടറിൽ സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി തുടയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടൊരു വേറൊരു കാര്യമാണ് ആൽക്കഹോൾ വൈപ്സ് നമുക്ക് അവൈലബിൾ ആണ് അല്ലെ. അതുകൊണ്ട് കൈ തുടയ്ക്കുക. എപ്പോഴും ഡിസിൻഫെക്റ്റ് ആക്കി വെക്കുക നമ്മുടെ കൈകൾ. നമ്മളിപ്പോൾ ഒരു കൊറോണ വൈറസ് ഉള്ള ഒരാളുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച കഴിഞ്ഞാണ് നമ്മളിൽ ഇതിന്റെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരോഗ്യ വകുപ്പുമായിട്ട് അവർ പറയുന്ന രീതിയിൽ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് ജസ്റ്റ് എല്ലാം വന്നതിന് ശേഷം കോണ്ടാക്ട് ചെയ്യുന്നതിലും എത്രയോ എളുപ്പമാണ്. രോഗം വരുന്നതിന് മുന്നേ പ്രതിരോധിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തടയാം എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾ പുറത്തു പോകുന്നവരെ ആണെങ്കിൽ ദയവായിട്ട് നിങ്ങൾ മാസ്ക് ഉപയോഗിക്കുക. 3 ലെയേർഡ് മാസ്ക് തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. കഴിവതും യാത്രകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഹോസ്പിറ്റലിൽ വിസിറ്റിങ്ങിന് പോകുന്നത് കഴിവതും കുറയ്ക്കുക. ഇപ്പൊ നിങ്ങളുടെ പരിചയത്തിലുള്ള ഒരാളാണ് അല്ലെ നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ആണ് ഹോസ്പിറ്റലെങ്കിൽ കഴിവതും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അപ്പം പേഷ്യൻസ് കോണ്ടാക്ട് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യുക. ടച്ച് ചെയ്ത് അല്ലെങ്കിൽ കിസ് ചെയ്യുക, ഹഗ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് ഒരിക്കലും കോണ്ടാക്ട് ഇല്ലായിരിക്കും. ഇപ്പൊ അവർ വൊമിറ്റ് ചെയ്തതോ അല്ലെങ്കിൽ സ്നീസ് ചെയ്തതോ എന്തെങ്കിലും രീതിയിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും അതിൽ ടച്ച് ചെയ്യാതിരിക്കുക. എങ്ങാനും കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് വാഷ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ആൽക്കഹോൾ ജെൽസ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. പറ്റുമെങ്കിൽ നിങ്ങൾ കയ്യിൽ അത് കീപ്പ് ചെയ്യുക. എപ്പോഴും ഇടവിട്ട് നിങ്ങൾക്ക് അത് കയ്യിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. 20 സെക്കൻഡ് ഹാൻഡ് വാഷ് ആരും മറക്കരുത്. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. കൈ തുടച്ചതിന് ശേഷം നിങ്ങൾക്ക് ആൽക്കഹോൾ ജെൽ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എപ്പോഴും നമ്മൾ നമ്മളെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുക. നമ്മളാലാവുന്ന വിധം നമ്മളത് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇത് പറയാനൊരു കാര്യമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും തന്നെ ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ എവിടെയെങ്കിലും ടച്ച് ചെയ്താലും ഇപ്പൊ ഇങ്ങനെ ഒരാളെ കോൺടാക്ട് ചെയ്ത് നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ലായിരിക്കും ഇങ്ങനെ ഒരാൾക്ക് ഉള്ള ആളാന്ന് പോലും. നമ്മൾ എന്താ ചെയ്യുന്നത്, എപ്പോഴും നമ്മുടെ കണ്ണയിലും മൂക്കയിലും ഒക്കെ നമ്മുടെ കൈകൾ ഓട്ടോമാറ്റിക്കലി ചെല്ലും. അതുകൊണ്ടാണ് ഇടവിട്ട് ഹാൻഡ് ഇതുപോലെ തന്നെ ആൽക്കഹോൾ വൈപ്സോ അല്ലെങ്കിൽ ജെല്ലോ ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്യാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ദയവായിട്ട് നിങ്ങൾ ടിഷ്യൂ പേപ്പറോ ടവലോ ഉപയോഗിച്ച് നന്നായിട്ട് കവർ ചെയ്തതിനു ശേഷം ചെയ്യുക. അതിനുശേഷം അത് ഡിസ്കാർഡ് ചെയ്യുക, കൈ വാഷ് ചെയ്യുക, മറന്നു പോകരുത് കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് കല്യാണങ്ങള്, ഒരുപാട് ഗ്യാതറിങ്സ്, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കഴിവതും തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ ഹാൻഡ് ബാഗിൽ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആൽക്കഹോൾ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള വൈപ്സ് അല്ലെ സ്പിരിറ്റ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള വൈപ്സ് അല്ലെങ്കിൽ സാനിറ്റൈസിങ് ജെല്ലുകൾ, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. വൈപ്സ് കൈ വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ടി വന്നെങ്കിൽ നമുക്കിതൊന്ന് തുടച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ഇവിടെ തന്നെ ഹാൻഡില് അല്ലെങ്കിൽ പൈപ്പുകളൊക്കെ നമ്മൾ തുറക്കത്തില്ല. നമുക്ക് പറയാൻ പറ്റത്തില്ല ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഇത് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് നന്നായിട്ട് എല്ലായിടും നമ്മളെ ഇത് സൂക്ഷിക്കുക. ഈ വൈപ്സ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. യാത്രകൾ ചെയ്യുമ്പോൾ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ടാക്സികൾ ഉപയോഗിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഇത് ഒളിഞ്ഞിരിക്കുന്നത് പറയാൻ പറ്റത്തില്ല അല്ലെ. അതുകൊണ്ട് നമ്മളാലാവുന്ന വിധം നമ്മൾ എല്ലാം ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. വീടുകളിലാണേലും നിങ്ങൾക്ക് ആൽക്കഹോൾ വൈപ്സ് ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണുകൾ തുടക്കണമെങ്കിൽ ഉപയോഗിക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകളൊക്കെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. കാരണം ഇതൊക്കെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ അതിലൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ പകരാൻ പറ്റും. ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ പുറത്തു പോകുമ്പോൾ നിങ്ങളൊരു മാസ്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെക്കുന്നതിനും എനിക്ക് കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇത് എങ്ങനെ വേണേലും നമുക്ക് പകരാം. നമ്മുടെ കണ്ണിലൂടെയും നമ്മുടെ വായിലൂടെയും നോസിലൂടെ ഒക്കെ പകരുന്ന കാര്യമല്ല. അപ്പൊ നമ്മൾ മാസ്ക് വെക്കുമ്പോൾ എന്തായാലും ഇത്രയും പോർഷൻ നമുക്ക് കവറായി. ഒരു പ്ലെയിൻ ഗ്ലാസ് വെച്ചാൽ പോലും നമുക്കത് പ്രൊട്ടക്റ്റഡ് ആണ്. എനിക്കിപ്പോ ഒരു സിംറ്റംസ് തോന്നുന്നുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റേഴ്സിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. സ്വന്തക്കാരോടും ബന്ധുക്കാരോടും പറയുന്നതിനും കുഴപ്പമില്ല. ഇപ്പൊ തൽക്കാലം ഇങ്ങോട്ട് വരണ്ട. നമ്മൾ പറയത്തില്ലേ ചിക്കൻ ബോക്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ പറയത്തില്ലേ അയ്യോ ഇങ്ങോട്ട് വരണ്ട കേട്ടോ, ഇപ്പൊ അത്ത മൊമെന്റ് ഞങ്ങൾക്ക് അത്ര സുഖമില്ല, ഇപ്പൊ വരണ്ട, പിന്നീട് നമുക്ക് കാണാം. ആ രീതിയിൽ നമുക്ക് പറയാവുന്നതല്ലേ ഉള്ളൂ. അപ്പം വലിയൊരു കാര്യത്തിനല്ലേ നമ്മള് പ്രിവെന്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ എനിക്ക് അവസാനമായിട്ട് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും നിങ്ങൾ കൊറോണ വൈറസ് ആണ് എന്നോർത്ത് പേടിക്കേ വേണ്ട. ആ പേര് കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഭയമാണ് ഇപ്പൊ ഉള്ളില്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു കാരണവശാലും പേടിക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാവരെയും ഇത് അഫക്ട് ചെയ്യത്തില്ല. വളരെ ഡെത്ത് റേറ്റ് കുറവാണ്. നിങ്ങൾ കേൾക്കുമ്പോഴേക്ക് ഹ്യൂജ് എമൗണ്ട് ആയിട്ട് തോന്നും. പക്ഷേ എല്ലാവരും ഈ ഒരു അസുഖം കൊണ്ട് മാത്രമായിരിക്കത്തില്ല പ്രശ്നം വന്നേക്കുന്നത്, വേറെ എന്തെങ്കിലും കണ്ടീഷൻ കൊണ്ടും കൂടെ ആയിരിക്കാം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഇതൊന്നും എനിക്ക് വരാൻ പോകുന്ന കാര്യങ്ങളല്ല എന്ന രീതിയിൽ ഇതിനെ കാണുക. അതുപോലെ തന്നെ
ഇപ്പൊ ആർക്കെങ്കിലും ഈ ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. ആരും നിങ്ങളെ പിടിച്ചോണ്ട് പോകത്തില്ല, ആരും നിങ്ങളോട് വഴക്കുണ്ടാക്കത്തില്ല, തല്ലാനും ഇടിക്കാനും ഒന്നും വരത്തില്ല. അത് നിങ്ങൾ സമൂഹത്തോട് ചെയ്യുന്ന വലിയൊരു ഉപകാരം തന്നെയായിരിക്കും. അപ്പം ദയവായിട്ട് റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് കഴിയുന്നവരും അവർക്ക് നല്ല സപ്പോർട്ട് കൊടുക്കണം. അതുപോലെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇറങ്ങി വരുന്നവരെ ഇരു കൈകളും നീട്ടി നിങ്ങൾ സ്വീകരിക്കണം. കാരണം ഇത് ആരും മിസ്റ്റേക്ക് ഉണ്ടായതല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ട് പടർത്തത്തുമില്ല. അത് കംപ്ലീറ്റ്ലി നെഗറ്റീവ് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അവരെ ഒന്നും ഇവരൊക്കെ എങ്ങോട്ടൊന്നും വരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ അവരെ കാണാതിരിക്കുക. പണ്ടത്തെ പോലെ തന്നെ അവരോട് സൗഹൃദത്തിൽ നിങ്ങൾ എല്ലാവരും ഏർപ്പെടണം. സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക. അല്ല വൈറസ് അതുപോലെ തന്നെ പൊക്കോളും. ആരും ഇവിടെ എന്തായാലും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ പോകുന്നില്ല. ഇവരൊക്കെ ഒരു ദിവസം ഇവിടുന്ന് ഓടി പോകാനുള്ളതാണ്. അപ്പൊ നമുക്ക് എല്ലാം പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാം. അങ്ങനെയല്ല, ഏത് രോഗം വേണേലും പ്രതിരോധിക്കാനുള്ള ശക്തി എന്ന് പറയുന്നത് നമ്മുടെ മനോധൈര്യം തന്നെയാണ്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു പോരാട്ടം തന്നെയാണ്. സാമൂഹിക പ്രതിബദ്ധതയോടെ നമുക്കിതിനെ നേരിടാം. കാരണം വിജയം നമ്മുടേതാണ്. കൊറോണ പരാജയപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് പ്രയോജനപ്പെട്ടു എന്ന് കരുതിയ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും നല്ലൊരു എപ്പിസോഡുമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.